അരവയർ നിറക്കാൻ കുടുകുടു ശകടം. ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ. അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ. MIT മൂസ, ഇവൻ MIT മൂസ, 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 MIT മൂസ. ഈ ഓണത്തിന് എന്തുമാതിരി പരിപാടികളാ ടിവിയില്. ദാ മമ്മൂട്ടിന്റെ ഒപ്പരം വഞ്ചിയിലൊരു യാത്ര, മോൻ എങ്ങോട്ടൊക്കെ മോഹൻലാലിന്റെ ഒപ്പരം കാട്ടിൽ ഒരു ഓണയാത്ര. മഞ്ജു വാര്യര് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത വിസല്ലാത്ത പച്ചക്കറികളില്ലേ, അതിനെ കൊണ്ട് സദ്യ. പിന്നെ നമ്മളെ സോളാർ കേസിൽ ഉണ്ടായിരുന്ന ഹരിതാ നായരില്ലേ, മുപ്പത്തിന്റെ തിരുവാതിര. എല്ലാം കൂടെ എങ്ങനെ കണ്ടു നിൽക്കൂ, ഒക്കെ ഒരേ സമയത്ത് പല പല ചാനലില്. ഓണായിട്ട് ടിവിന്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് തിന്നാനൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ തനിക്കോണങ്ങൾ കാണും. ഇവിടെ ചവിട്ടുകാട നടക്കും, കേട്ടിക്കോ. ഇങ്ങോട്ടുണ്ട്. ഒന്നോ ഈ സമയത്ത് ടിവിയിലുണ്ടല്ലോ MLA-മാരെ പുലിക്കളി നടക്കുക. അത് കാണാണ്ട് ഞാൻ എന്തേത് അവിടെ വന്ന് നിക്കണേന്നറിയോ? ഇല്ല, എന്തേനു? കറണ്ട് പോയി, അതുകൊണ്ട്. ഓണായിട്ട് വെളിച്ചം പോലെ തരാത്തൊരു സർക്കാർ. എന്റെ ഉമ്മച്ചിയെ, ഓണായിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോണ്? എന്തേത് അപ്പ ഉണ്ടാക്കണ്ടേ? അല്ല, കച്ചറ ഉണ്ടായിക്കോളി. അതാകുമ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, എപ്പോഴും ഉണ്ടാക്കണല്ലേ. ഓണത്തിന് എന്താ സ്പെഷ്യൽ എന്ന് പറയുമ്പോ ഉപ്പ കോയിനെ മായം കൊണ്ടുവന്നാ ബിരിയാണി ഉണ്ടാക്കി തരും. ഓണായിട്ട് കോഴി ബിരിയാണി വേണ്ടുമ്മ. നമുക്ക് സദ്യ ഉണ്ടാക്കാം. ഓലനും കളനും അവിയലൊക്കെ ആയിട്ട് നല്ല വാഴയിലും ഉണ്ടെന്ന് സദ്യ കഴിച്ചാലോ? ആ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ് മോളെ, എന്നെ കൊണ്ടാവൂല. ദാ കറണ്ട് വന്നിരിക്കും, കൊറേ പണിയില്ലതാ. എന്ത് ടിവി കണ്ടേ? ചാനലുകാര് കഷ്ടപ്പെട്ട് ഓരോരോ പരിപാടികൾ പിടിച്ചിട്ട് ഞമ്മളെ കാണാണ്ടെന്ന് ആർക്കായിട്ട് മോശം? ഞമ്മക്ക്. സദ്യ ഉണ്ടാക്ക പ്ലീസ്. മോനെ, മഞ്ജുവാര ഉണ്ടാക്കണ്ട് സദ്യ ടിവിയില്. അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ ഉമ്മ എന്നാലും ഒരു പായസം ഉണ്ടാക്കി തരും. അതുണ്ടാക്കണ്ടേ? ജയസൂര്യയും ഭാര്യയും കൂടി മീഡിയ 1 ചാനലില്. ഈ ടിവിയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മലയാളീന്റെ ഓണെന്ന് പറഞ്ഞാല് ടിവിയിൽ നോക്കി കുത്തിരിക്കലാണ് മോളെ. ഈ കറണ്ട് ഏട് പോയി? കറണ്ട് ഇതൊക്കെ കണ്ട് മനഃപൂർവ്വം വരാണ്ടിരിക്കുന്ന. കറണ്ടിന് എന്തേത് ആരെങ്കിലും ചവിട്ടി താത്തിയോ? പണ്ട് ഞമ്മളെ മാവേലിനെ വാനരൻ ചവിട്ടി താത്തിയോണോ? വാനരനല്ലുമ്മ, വാമനൻ. വാമേനെ വാനര വാനര. ആ അയാൾ തന്നെ, ഞമ്മളെ പൂണൂലും കൊടയും ഒക്കെ ആയിട്ട് വരുന്ന ആള്. അതന്നെ. ഈ കറണ്ട് എന്തേതാ വരാത്ത്? MLA-മാരെ പുലികൾ ഇപ്പൊ കഴിഞ്ഞിണ്ടാവും. അല്ല, ഇപ്പൊ നാളെ കാണാനും നാളെ നിയമസഭ ഉണ്ടല്ലോ. ഈ ടിവി കണ്ടുപിടിച്ചവനെ കയ്യിൽ കിട്ടിയുണ്ടല്ലോ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഉണ്ടില്ല. അരി അടുപ്പത്തിട്ടിട്ടു കൂടിയില്ല. ആരാണ്? ഹാപ്പി ഓണം മാഡം, ഞാൻ ECEC കമ്പനിന്നാ. ഇതാണ് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ്. എനിക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല, ഒരുപാട് പരിപാടികളുണ്ട്. തിരക്കിലാണോ മാഡം? പരിപാടികളൊക്കെയല്ല, ടിവിയില്. അതൊക്കെ കാണണം. ഇപ്പൊ തന്നെ മാമുക്കോയ കല്ലുമക്കായി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുക ടിവിന്റെ അകത്ത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളും ഓണവുമായി ബന്ധപ്പെട്ടതാണ്. കുക്കിംഗ് ഈസി ആക്കുകയാണ് ECEC കമ്പനിയുടെ ലക്ഷ്യം. ഈ പ്രൊഡക്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് വെറുതെ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി. നിമിഷ നേരം കൊണ്ട് സാമ്പാർ റെഡി. ഒന്നാം തരം ഇൻസ്റ്റന്റ് സാമ്പാർ. അതെ മാഡം. പിന്നെ ഈ പൗഡർ, ഇത് പൊട്ടിച്ച് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. തേങ്ങാ ചമ്മന്തി റെഡി. അത് നല്ല പരിപാടിയാണല്ലോ. ഈ പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ടാൽ സ്വാദിഷ്ടമായ അവിയൽ റെഡി. പക്ഷെങ്കിൽ വെള്ളം നമ്മൾ ചൂടാക്കണ്ടേ? അതെ അതെ. പാക്കറ്റ് പൊട്ടിക്കുമ്പോൾക്ക് തിന്നാൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്റെ കയ്യിൽ? ഇത്രയും കണ്ടുപിടിച്ചല്ലോ മാഡം ഞങ്ങളുടെ ECEC കമ്പനി. അല്പം ചൂടുവെള്ളം തിളപ്പിക്കുന്ന പാടല്ലേ ഉള്ളൂ. ആണി, എന്നാലും കൊറേ പരിപാടി ഉള്ള എനിക്കൊണ്ടാ. അത് ടിവിയിലല്ലേ മാഡം? ആണി, മാഡത്തിന് എന്തെങ്കിലും വേണോ? കെട്ടിയോ മന്നിയില്ല. മൂസക്കായി അറിയാണ്ടെങ്കിലും അങ്ങണ്ടല്ലോ. പിന്നെ ആദ്യം മതി എന്നെ ഡിവോഴ്സ് ചെയ്യാനി. ഓണല്ല മാഡം, ഇൻസ്റ്റന്റ് പായസം മിക്സ് ഉണ്ട്. പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ടാ മതി, പായസം റെഡി.
എന്നാലും ചൂടല്ല ഉണ്ടാക്കണ്ടേ? എനിക്ക് 100 കൂട്ടം പരിപാടികളുണ്ട്. ടിവിയിലല്ലേ മാഡം? ആ ശരി മാഡം, ഹാപ്പി ഓണം. ഭക്ഷണം വാരി കൊടുത്താൽ ചവയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ. ചെറിയപ്പേൻ ചെറിയമാക്കല്ലെങ്കിൽ ലോലൻ എന്തായിക്കണോ എന്തോ പഠിച്ചോനെ. കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് മോളെ എന്റെ ഉപ്പ ഒരാൾ നേരം വെളുത്തത് തൊട്ടിട്ട് ദാ ആ ടിവിയുടെ മുമ്പിലാ. ആര്? നിങ്ങളെ കെട്ടിയോൾ അല്ലാണ്ട് ആരാ? നിന്റെ കെട്ടിയോളെന്ന് പറഞ്ഞാ എന്റെ ആരാപോടാ? ഉമ്മച്ചി. പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ? എന്റെ ഉപ്പച്ചെ ചായന്റെ വെള്ളം ചോദിച്ചാ കൂടി തരുന്നില്ല. ആ ഓണായിട്ട് സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതിനും വയ്യ. ടിവിയിൽ ഓരോരോ സിനിമക്കാര് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്തപ്പോളെ ചെയ്യാ? ഡൈവോഴ്സ് എന്നാ നല്ലേ. വേണ്ടി വരൂ. അല്ല എപ്പോഴും ടിവിന് മുന്നിലുള്ളത്. ആ ഉപ്പ റിസ്വാനെ, ആ ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഇവിടെ ഫീസ് അങ്ങോട്ട് കുരിക്കാള്. ഐഡിയ ഉപ്പച്ചെ, ഞാനിപ്പോ ശരിയാ. ആ ഉപ്പ അതൊരു ഉഗ്രൻ ഐഡിയ. ഞാൻ രാവിലെ തൊട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. അന്റെ ഉമ്മാക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കണം. ഇപ്പൊ വരും ഹാലിളകിയിട്ട് പോയി ദാ വന്നു. കറണ്ട് പോയി. കുഴപ്പമില്ല, ലീല പായസത്തിൽ കടുക് വർഗിട്ടതേ ഉള്ളൂ. അന്നപ്പോക്കും കറണ്ട് പോയി. വെറുതെ അല്ല, പായസത്തിൽ ആരെങ്കിലും കടുക് വറുത്തിട്ടടി. ഇതുണ്ടല്ലോ സ്പെഷ്യൽ മസാല പായസായിരുന്നു. അല്ല ആട്ടെ, ഓണായിട്ട് എന്താ ഉണ്ടാക്കണേ? ആ നിങ്ങൾ കോയിനെ വാങ്ങിക്കോ. കോയോ? ഓണത്തിനോ? പിന്നല്ലാണ്ടി നമ്മൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കൂ. ഓണായിട്ട് ബിരിയാണിയോ? ആ കോഴിക്കോട്ടുകാർക്ക് ഓണത്തിനും വിഷുവിനും ഒക്കെ ഇറച്ചി നിർബന്ധ. എന്നാലേ ഞമ്മക്ക് ആ നിർബന്ധം ഇല്ല. ഞമ്മക്കൊരു ഓണസദ്യ വേണം. പച്ചക്കറി മാത്രം മതി. പച്ചക്കറിയിലൊക്കെ വിസാണ്. നിരുപമന്റെ അടുത്ത് മാത്രമേ നല്ല പച്ചക്കറി ഉള്ളൂ. അതാരത്? വിലാസിനടുത്തിന്റെ മോളാ? അല്ല, മഞ്ജു വാര്യര്. നിന്റെ പാത്തൊന്ന് സഹകരിക്കി. ഈ കാളനും അവിയിലും ഓലനൊക്കെ കുട്ടി കാലം മറന്നടോ. ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. പാത്തുവോ, ഓണം നമ്മളെ ദേശീയോത്സവ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഓണത്തിനൊരു ഇതുള്ളൂ. ആ അതെ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടൂല. നമ്മള് സഹായിക്കൂല്ലേ മോളെ? ആ നാം ആണെങ്കിലൊന്ന് ആലോചിക്കാം. ഉമ്മ പായസം ഉണ്ടാക്കണേ. ഓ ആ എക്സിക്യൂട്ടറിന്റെ അടുത്ത് നാ പാക്കറ്റ് വാങ്ങിയില്ല. പായസത്തിനൊക്കെ നല്ല പണിയാ. പണിയണം പാത്തുവോ, അല്ലാണ്ട് വെറുതെ ഒരു സാധനം കിട്ടാൻ ഉണ്ടായിട്ട് വരൂല. അന്റെ ശരീരമൊക്കെ നനങ്ങട്ടെ. സമ്മതിച്ച്. റസിയ, ഈ തേങ്ങ ചേർക്കണം. പച്ചക്കറി ഓ, നമ്മളെ അല്ല ഇമ്പക്കൊരു പൂക്കളറുണ്ടേ. ആ പിന്നെ ഓണത്തിന് പൂക്കളം വേണ്ടേ? റിസ്വാനെ, ഞമ്മക്ക് ഓണം ആഘോഷിച്ചിട്ടുണ്ട് കാര്യം. പൂപ്പറിക്കാൻ പോരുമോ പോരുമോ? ആരെ നിങ്ങൾക്ക് ആവശ്യം മതി രാവിലെ. റിസ്വാനെ, ഞങ്ങൾക്ക് ആവശ്യം മതി രാവിലെ. ഉപ്പച്ചക്കറി ചടപ്പിക്കാൻ കഴിയുമോ? പൂ പറിക്കാൻ പോവാ, നിങ്ങള് വാ. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് കടീന്റെ കാര്യം നോക്കിക്കോളി. നമ്മൾ പൂ പറിച്ചിട്ട് വരാം. പൂപ്പറിക്കാൻ പോരുമോ? ഇന്നലെ സുഗനായ ഒരു പൂ പോരെ. ഇപ്പോഴത്തെ കാലത്തെ പച്ചക്കറിയാ നല്ലോണം കേൾക്കണം. ഇങ്ങോട്ടേക്ക്. ആമാ. പിന്നുണ്ടല്ലോ റസിയ, കറണ്ട് ഉണ്ടെങ്കിലേ അരയ്ക്കാൻ പറ്റുള്ളൂ. അവിയിലും കാളിലും ഒക്കെ ആണെങ്കിൽ മിക്സ് വേണം. കറണ്ട് ഇല്ല. ആ അതിന് കറണ്ട് വന്നാലും ഉമ്മ ടി വി കാണാൻ പോലെ. ഇല്ല, ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോ നല്ല രസമുണ്ട്. സ്വന്തം കൈകൊണ്ട് വെച്ചുണ്ടാക്കി തിന്നണ ഒരു രസം തന്നെ. ആരെങ്കിലും ടിവിയിൽ വെച്ചുണ്ടാക്കിയാൽ ഞമ്മക്ക് കിട്ടുവോ? അപ്പൊ കറണ്ട് വന്നാ ഉമ്മ ടി വി കാണാൻ പോലല്ലോ. സത്യം. കറണ്ട് വന്നാല് അവിയിൽ നോക്കണോ, പായസത്തിന് ഒരു ഏലക്ക പൊടിക്കണോ, കാളിന് തേങ്ങ അരക്കണോ, കൂട്ടം പരിപാടി ഉണ്ടാകുന്ന പോളോൽക്കമല്ല വരും. അങ്ങനെ എനിക്കറിയാം. എനിക്കിപ്പോ അങ്ങനെ തോന്നി. എന്റെ ഇത്തരം തോന്നലുകൾ തെറ്റാറില്ല. കുട്ടി തോന്നല്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുഞ്ഞാവി മാമുണ്ടി ചാഞ്ചാടി, കുഞ്ഞോളെ കുഞ്ഞാളി മാമുണ്ടി ചാഞ്ചാടി.
എന്താ മൂത്ത ഇവിടെ തെരഞ്ഞെടുക്കണത്? ആ ഒന്നുമില്ല സോമേട്ടാ, ഓണക്കല്ലേ കുറച്ച് പൂക്കളൊക്കെ തേടി ഇറങ്ങിയത് നീ. അപ്പൊ ഇത് ദുനിയാവിലാണെങ്കിൽ ഒറ്റ പൂവില്ല. അത് ശരിയാ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്തുമാത്രം പൂ പറിച്ചിട്ടുണ്ട്. ആ, നേരല്ലേ. ഇന്നിപ്പോ കണി കാണുന്നത് പൂ കിട്ടാനുണ്ടോ? എന്തായാലും പൂക്കളം പരിപാടി വേണ്ട നിക്ക, അല്ലാണ്ട് വേറെ മാർഗമില്ല. എന്തിന്? മാർക്കറ്റിൽ പൂക്കളം വാങ്ങാൻ കിട്ടില്ലേ? പൂക്കളം വാങ്ങാൻ കിട്ടൂ? ആ അതല്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഡിജിറ്റൽ പൂക്കളം, ഒരു 3 അടി നീളത്തിലുള്ള ഷീറ്റ, അതങ്ങ് മുറ്റത്ത് വിരിച്ചിട്ട ഒറിജിനൽ പൂക്കളം ഇവിടെ മാറി നിൽക്കും. നിങ്ങൾ വാങ്ങിയോ? ഹേയ് ഇല്ല, 100 രൂപ. എന്റെ വീട്ടിൽ പഴയൊരു ടേബിൾ ഷീറ്റ് ഉണ്ട്, നിറച്ചും പൂക്കളം, അതങ്ങ് മുറ്റത്തേക്ക് വിരിച്ചിട്ടു. അതാണ് എന്റെ പൂക്കളം. സാറായിരിക്കണം. അപ്പൊ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? പൂവും തപ്പിയായിരുന്നു സമയം കളണ്ട. ഇല്ല ഇല്ല, ഹാപ്പി ആണോ? എന്തെന്നായി ഉപ്പച്ചേ, ആ. ഒരൊറ്റ പൂ നോക്കിട്ട് കിട്ടാനില്ല. മാർക്കറ്റിൽ പോയിട്ട് പൂ വാങ്ങി ഞാൻ വന്നാലോ? മാർക്കറ്റിൽ പോയിട്ട് കായും കൊടുത്ത് പൂ മേടിക്കണമെങ്കിലേ ആദ്യം നമ്മൾ ലോൺ അപേക്ഷിക്കണം. അമ്മാരി ബെല്ലേന്റെ പൂവിന്. ഓണായിട്ട് അത്തപ്പൂക്കളില്ലാണ്ട് ഒരു ഉഷാറില്ല. ആ ഈ ഒരു പണി, പെരയിൽ സ്കെച്ച് പെന്നില്ലേ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒരു പേപ്പറിൽ പല കളറിൽ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് അത് മുറ്റത്ത് വെച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന്റെ പൂക്കളെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാ. ആന്നും വേണ്ട, ഞമ്മക്കിത് മതി. എന്നാ ഞാൻ പോയി പൂക്കളം ഡിസൈൻ ആ ചെയ്യാം. ശരി, ആയിക്കോട്ടെ. ഞാൻ 2 മീനും കൂടി വിട്ടിട്ട് വരട്ടാ. പൂവില്ലാത്ത ഓണക്കാല.